Praise the Lord. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ ഇന്നാലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ കാക്കും കാര്യങ്ങളാൽ ചേർത്തുമാർപ്പണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയാതാ ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യോർദാൻ സമമായ ശോധനയിലും താണു വീണു പോകാതെ ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്ചര്യം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 119 സങ്കീർത്തനം 49 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസം ആകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതം ആയിരിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ശുദ്ധ ഹൃദയത്തിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ച് ദൈവവചനം എന്ന് പറയുന്നു എന്ന് നോക്കാം. 1 പത്രോസ് എഴുതിയ ലേഖനം 1:22. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പിൻ. ഹല്ലേലൂയ. പ്രിയരേ, ദൈവിക സത്യങ്ങൾ അനുസരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയം എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടുന്നുവോ അത്രത്തോളം നമുക്ക് സത്യം അനുസരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ ദൈവവചനത്തിൽ നിന്നും ആഴമേറിയ സത്യങ്ങൾ നമ്മെ പഠിപ്പിച്ചാലും അതനുസരിക്കുവാനുള്ള കൃപ നമുക്ക് ഉണ്ടായിരിക്കുക ഇല്ല. സ്വാതേറിയ തേൻ ശുദ്ധിയില്ലാത്ത ഒരു കപ്പിൽ പകരുകയാണെങ്കിൽ തേൻ മലിനമായി തീരുന്നു. ഹല്ലേലൂയ. വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിന് മാത്രമേ വചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും
അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് 1 പത്രോസ് 2:1-2 തിരുവചനത്തിൽ പറയുന്നത്. പ്രിയരെ, ദൈവവചനത്തിൽ നിന്നും ആഴമേറിയ സത്യങ്ങൾ ലഭിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ആഴമേറിയ രീതിയിൽ നമ്മുടെ ഹൃദയത്തെ യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നിന്റെ സ്നേഹവും ശുദ്ധമല്ല. ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ, ശുദ്ധ ഹൃദയത്തോടെ അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഉറ്റു സ്നേഹിപ്പിൻ അഥവാ കാൽവരി സ്നേഹത്താൽ സ്നേഹിപ്പാൻ നമുക്ക് ശുദ്ധ ഹൃദയം ആവശ്യം ആണ്. അപ്പോസ്തലനായ പൗലോസ് ശുദ്ധ ഹൃദയത്തിൽ നിന്നുളവാകുന്ന സ്നേഹത്തെക്കുറിച്ചാണ് 1 തിമോഥെയോസ് 1:5 പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ സ്നേഹവും ശുദ്ധം ആയിരിക്കേയില്ല. അത് നിർവ്യാജ സ്നേഹമായിരിക്കട്ടെ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ബന്ധനവും വിടുതലും എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ നാം നോക്കുമ്പോൾ യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് ലൂക്കോസ് 13:12-13 തിരുവചനത്തിൽ കാണുന്നു. 18 വർഷം കൂനിയായിരുന്ന സ്ത്രീക്ക് യേശുവിൽ നിന്ന് സൗഖ്യം ലഭിച്ചു. ചില രോഗങ്ങൾ പിശാചിനാലുള്ള ബന്ധനമാണ്. ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടു നിവരുവാൻ സാധിക്കാത്ത സ്ത്രീ ആയിരുന്നു. യേശു അവളുടെ മേൽ കൈവച്ചപ്പോൾ ആ രോഗബന്ധനം അഴിഞ്ഞു. അവളുടെ കൂനുമാറി അവൾ നിവർന്ന് നിന്നു. യേശുവിൻ്റെ ഹല്ലേലൂയ കൈതൊടൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത, ഹല്ലേലൂയ ആമേൻ, ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ നമുക്ക് മാറിക്കിട്ടുവാൻ ഇടയാകുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷൻ ആയി എന്ന് 1 യോഹന്നാൻ 3:8 കാണുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ബന്ധനങ്ങൾ അഥവാ ഹല്ലേലൂയ ബന്ധനാവസ്ഥയിൽ ദേഹം, ദേഹി, ആത്മാവിൽ ഒരു ദൈവിക സ്പർശനത്തിന് വേണ്ടി നമ്മെ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ചാൽ യേശു കർത്താവ് ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുകയും നാം സൗഖ്യം, വിടുതൽ, ആശ്വാസം പ്രാപിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇടയാകുകയും ചെയ്യും. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് സദൃശവാക്യങ്ങൾ 3:5 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഈ വാക്യം വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാന സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ഭാഗികമായല്ല, പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കണം. സന്തോഷത്തിലും കഷ്ടതയിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ആശ്രയിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. മനുഷ്യബുദ്ധി പരിമിതമാണ്. നമുക്കെല്ലാം മനസ്സിലാകണം എന്ന് ഇല്ല. അതുകൊണ്ട് സ്വന്തം കാഴ്ചപ്പാടിനെ മാത്രം ആശ്രയിക്കാതെ ദൈവത്തിന്റെ വഴി നടത്തലിനെ സ്വീകരിക്കണം. അതുകൊണ്ട് നാം നമ്മുടെ പദ്ധതികളേക്കാൾ ദൈവത്തിന്റെ പദ്ധതികൾ ശ്രേഷ്ഠമാണ്. എല്ലാ തീരുമാനങ്ങളിലും പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന്റെ മറുപടിക്കായി നാം കാത്തിരിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ ശരിയായ വഴിയിൽ നടത്തും. സദൃശവാക്യങ്ങൾ 3:6 കാണുന്നു. ആയതിനാൽ സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തണമേ, നേരായ പാതയിൽ ശരിയായ വഴിയിൽ നമ്മെ നടത്തണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി തന്നതിനായി നന്ദി പറയുന്നു. ഈ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഒരു മകൾ ഭാഗ്യം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ
സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവമക്കളായി ജീവിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. സകലരെയും നിത്യജീവനായി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.